നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രിയുടെ മന്ദിരത്തിൻ്റെ മുറ്റത്തിരുന്നുകൊണ്ട് മലയാളത്തിൻ്റെ മഹാനടനായ മോഹൻലാലും മുഖ്യമന്ത്രിയും കൂടെ കൂടിയിട്ടുള്ള ഒരു പരസ്യം, അതായത് സർക്കാരിൻ്റെ നേട്ടങ്ങൾ എന്ന ലേബലിൽ മുഖ്യമന്ത്രിയുടെ നേട്ടങ്ങളെ പുകഴ്ത്തിക്കൊണ്ടൊരു വീഡിയോ നമ്മൾ ഈ അടുത്തിടെ കാണാനിടയായിട്ടുണ്ടല്ലോ. രണ്ടുപേരും അപ്രായപ്രായ ഒരു കസേരയിൽ ഇരുന്നുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. കുറച്ച് നേരം ആ മന്ദിരത്തിൻ്റെ മുറ്റത്തൂടെ നടക്കുന്ന ഒരു വീഡിയോ കൂടെ. എന്താണെങ്കിലും ശരി, അതിലേക്ക് വന്നിരിക്കുന്ന ചിലവ് എത്രയാണെന്ന് അറിയാമോ? നിസ്സാര പൈസ, ഒരു കാപ്പിക്കാശ്, അതൊട്ടും കുറവൊന്നുമില്ല. 11,21,000 രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവാക്കിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് മുഖ്യമന്ത്രിയുടെ ഒരു പരസ്യപ്രചാരണം, ആ പരസ്യപ്രചാരണത്തിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിരിക്കുന്ന പൈസയാണ്. വിവരാവകാശം വെച്ച് പത്തനംതിട്ട ജില്ലയിലെ വെള്ളംകുളങ്ങര റോജോ എന്ന വ്യക്തിയാണ് അത് വിവരാവകാശം വെച്ച് എടുത്തിരിക്കുന്നത്. അതിന് സർക്കാർ നൽകിയിരിക്കുന്ന മറുപടിയാണ് 11,21,000 രൂപ ആ ഒരൊറ്റ പരിപാടിക്ക് തന്നെ സർക്കാർ ഖജനാവിൽ നിന്നും എടുത്ത് ചെലവഴിച്ചിരിക്കുന്നു. അതായത് നമുക്കറിയാം, ഈ പിണറായിസ്റ്റ് സർക്കാരിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 10 വർഷത്തെ, അതായത് 2 ടേം ഭരണകാലത്ത് പണം ചെലവഴിക്കുന്ന കാര്യത്തിനകത്ത്, അതായത് പരസ്യത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പിണറായിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടും എത്ര കോടികൾ വേണമെങ്കിലും വാരി എറിയുന്നതിന് യാതൊരു മയവുമില്ല, യാതൊരു മടിയുമില്ല. അത് എത്ര വേണമെങ്കിലും കൊണ്ടുതാനും. ഇവിടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാര്യം സഹായിക്കാനോ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനോ സർക്കാരിൻ്റെ കയ്യിൽ പൈസയില്ല. നമുക്കറിയാം, എത്രയോ പാവങ്ങൾ, ആ കോഴിക്കോട് ഒരു ഹർഷീനൊക്കെ എത്രയോ കുടുങ്ങി 5 വർഷം വയറ്റിൽ കിടന്നു. അതുപോലെ തന്നെ ആലപ്പുഴയിലുള്ള ഒരു ഉഷ ജോസഫ് ഈ അടുത്തിടെ എത്രയോ കുടുങ്ങി ഒരു 5 വർഷക്കാലം വയറ്റിൽ കിടന്നു. അതുപോലെ പാലക്കാട് ഒരു കുട്ടിയുടെ കൈ മുറിച്ച് കളഞ്ഞ് അവർക്ക് നഷ്ടപരിഹാരം. അങ്ങനെ ഒരു 1000കണക്കിന്, 1-2 1000കണക്കിന് സംഭവങ്ങൾ നമുക്കിവിടെ കേരള പൊതുമണ്ഡലത്തിൽ കൃത്യമായിട്ടും ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇവർക്കാർക്കും കാര്യമായ ഒരു സഹായവുമില്ല. വയനാട് ദുരന്തം, മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ പോലും കൂടെ ഇപ്പോഴും കുറേ മോഹന വാഗ്ദാനങ്ങളിലാണ് അവിടെ നിൽക്കുന്നത്. അവിടെ ഏതാണ്ട് ഭയങ്കര സ്വർഗം പണിത് കൊടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പണിതിരിക്കുന്ന വീടുകളും കൊടുത്തിരിക്കുന്ന ആനുകൂല്യങ്ങളും ഒക്കെ അവിടെ വിശദമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ഇവിടെ പൊതുസമൂഹം പിരിച്ചു കൊടുത്ത പൈസയുടെ 1/3 പോലും അവിടെ ചെലവഴിക്കുന്നില്ല എന്നുള്ളതാണ്. 780 കോടി രൂപ പിരിച്ചു കൊടുത്തതിൽ അതിൻ്റെ 1/3 പോലും അവിടെ ചെലവഴിക്കപ്പെടുന്നില്ല. ബാക്കിയെല്ലാം ഇങ്ങനെ മോഹന വാഗ്ദാനങ്ങളിൽ നിൽക്കുകയാണ്. വാഗ്ദാനങ്ങൾ എത്ര വേണമെങ്കിൽ പറയാമല്ലോ. ഇനിയിപ്പോൾ ഇലക്ഷൻ വന്നു, ഇനിയിപ്പോൾ സർക്കാർ മാറി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പുതിയ സർക്കാർ പറയും, അയ്യോ അത് മുൻ സർക്കാരുകൾ ചെലവ് ചെയ്യേണ്ടതായിരുന്നു അത് എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിക്ക് എന്തൊക്കെയാണെങ്കിലും ഇവിടെ കാട്ടിക്കൂട്ടുന്ന ഈ ആഭാസങ്ങൾ നമ്മൾ എത്രമാത്രം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരി, പൊതുസമൂഹത്തിൻ്റെ നീതിബോധം ഉണരുന്നില്ല, അല്ലെങ്കിൽ ഉണർത്തപ്പെടുന്നില്ല, അതല്ലെങ്കിൽ അടിച്ചമർത്തപ്പെടുന്നു എന്നുള്ളതും കൂടെ നമ്മൾ കൂടി കാണേണ്ടതുണ്ട്. കാരണം ഇവിടെ നമുക്കറിയാം, പഴയ കമ്മ്യൂണിസമോ അല്ലെങ്കിൽ CPM ഇന്നില്ല. ഇന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിണറായിസ്റ്റ് ഫാമിലി ഗ്രൂപ്പ് മാത്രമാണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ CPMനെ പോലെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പഴയ CPM പ്രവർത്തകരെല്ലാം ആ പ്രസ്ഥാനത്തിൽ നിന്നും വിട്ടുപോയി. ഏകദേശം 1 ഡസനോളം നേതാക്കന്മാർ ഇപ്പോൾ അതിൽ നിന്നും വിട്ടുപോയിരിക്കുന്നത് നമുക്കറിയാം. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും മുതിർന്ന നേതാവായ G. സുധാകരൻ, അതുപോലെ കൊട്ടാരക്കര ആയിഷ പോറ്റി, അതുപോലെ തന്നെ TK ഗോവിന്ദൻ കണ്ണൂർ, അതുപോലെ ഉണ്ണികൃഷ്ണൻ, V. ഉണ്ണികൃഷ്ണൻ, അങ്ങനെ കുഞ്ഞികൃഷ്ണൻ, അങ്ങനെ എത്രയോ പേര്, 1 ഡസനിലധികം നേതാക്കളാണ് വിട്ടുപോയിരിക്കുന്നത്. കാരണം ആർക്കും ഈ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിലായിപ്പോയി. ഇവിടെ ഇപ്പോൾ ആകെപ്പാടെ ഈ പിണറായി സ്തുതി പാടുന്ന കുറേ പിണറായിസ്റ്റുകളുടെ ഒരു കൂട്ടം മാത്രമായിട്ട് ഈ പ്രസ്ഥാനം മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ നിന്നും കാണേണ്ടത്. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. മോഹൻലാലുമായിട്ട് 1/2 മണിക്കൂർ അല്ലെ 1 മണിക്കൂർ നേരത്തെ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നതിന് ചെലവഴിച്ചിരിക്കുന്ന തുകയാണ് 11,21,000 രൂപ. ഇത് പൊതുസമൂഹം ഒന്ന് കണ്ണു തുറന്ന് കാണുക. ഇവിടെ സാധാരണക്കാരൻ എത്രമാത്രം നട്ടം തിരിയുന്നു. എത്രയോ കുടുംബങ്ങൾ ജപ്തി ഭീഷണിയിലും, അതുപോലെ തന്നെ അതിദാരിദ്ര്യം മാറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡും പ്രചരണവും അല്ലാതെ ഇവിടെ എത്രയോ കുടുംബങ്ങൾ, എത്രയോ പേര് അതിദാരിദ്ര്യത്തിൽ ഇന്നും കഴിയുന്നു. ഇതിനെപ്പറ്റിയൊന്നും ആർക്കും ഒരു പ്രതികരണമില്ല. പ്രതിപക്ഷത്തിൻ്റെ സ്വരം പോലും കൂടെ വളരെ ലോലമായിട്ട് നിൽക്കുന്നു. കാരണം പ്രതിപക്ഷ നേതാവെന്ന് പറയുന്നത് തന്നെ പോലും ഇപ്പോൾ പൊതുവെ ആക്ഷേപിക്കപ്പെടുന്നത് പിണറായി വിജയൻ്റെ ഒരു B ടീമാണ് എന്നുള്ള നിലയിലേക്ക് ഇപ്പോൾ ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നു.
അത് സ്വാഭാവികമായിട്ട് ഉന്നയിക്കുന്നതിനകത്ത് ചെറിയ കാര്യകാരണങ്ങൾ ഇല്ലായകയില്ല എന്നുള്ളത് പൊതുസമൂഹം വിലയിരുത്തുന്നുണ്ട്. കാരണം ഇപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ പത്രിക പോലും കൂടെ ഇന്നിപ്പോൾ തള്ളുന്ന ഒരു സാഹചര്യത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കയ്യിൽ 146 പവൻ്റെ സ്വർണം, അതായത് അതിന് 45 ലക്ഷമെന്നോ അങ്ങനെ എന്തോ മറ്റോ മൂല്യം കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തർക്കം. നമുക്കറിയാം ഇപ്പം 146 പവൻ്റെ സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 156 കോടി രൂപയുടെ 156 ലക്ഷത്തിൻ്റെ മൂല്യമാണ് ശരിക്കും വരുന്നത്. അതിനാണ് 45 ലക്ഷം മറ്റേ കാണിച്ചിരിക്കുന്നത്. അതുകൂടാതെ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിൽ വേറെ സ്വർണ്ണമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് നല്ല ആസ്തിയുണ്ട്. പക്ഷേ ആസ്തിയുടെ വിവരണങ്ങൾ ശരിക്കും ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു തർക്കം. എന്താണെങ്കിലും ശരി, അതിപ്പോൾ ടൈസൺ മാസ്റ്റർ, അതായത് വി.ഡി. സതീശനെതിരെ മത്സരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ ടൈസൺ മാസ്റ്റർ സ്വാഭാവികമായിട്ട് കോടതിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വരുന്നതിനുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്തൊക്കെയാണെങ്കിലും ശക്തമായ പ്രതികരണ ശേഷി പ്രതിപക്ഷത്തിന് ഇല്ല എന്നുള്ളത് നമ്മളിവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതൃത്വ നിരയിലെ അതിശക്തനായിട്ടുള്ള യുവ നേതാവിനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കറിയാം രാഹുൽ മാക്കൂട്ടത്തെ ഒതുക്കി നിർത്തിയിരുന്നത്. എന്താണെങ്കിലും രാഹുൽ മാക്കൂട്ടത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത് പൊതുസമൂഹം ഒന്ന് അറിയുന്നതിലേക്ക് വേണ്ടിയിട്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, താങ്കളുടെ സ്ത്രീപക്ഷ നിലപാടുകൾ ഒക്കെ വെറും PR തട്ടിപ്പും രാഷ്ട്രീയ അവസരവാദവും രാഷ്ട്രീയ വിരോധം തീർക്കലും ഒക്കെയാണ് എന്ന് ഇതിനോടകം കേരളത്തിന് നന്നായിട്ട് ബോധ്യമായിട്ടുണ്ട്. ഒന്നും അറിയാത്ത ആരുടെയോ സ്ക്രിപ്റ്റിലെ ഒരു കഥാപാത്രമാണ് താങ്കൾ എന്ന് കഴിഞ്ഞ ദിവസം ആ കപ്പിനെ പറ്റിയുള്ള താങ്കളുടെ അഭിമുഖത്തിൽ തന്നെ പറഞ്ഞു. കപ്പെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുഖ്യമന്ത്രി ഒരു ചായക്കപ്പ് കുടിക്കുന്നതിനകത്ത് ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയ ഒരു ചായക്കപ്പിൻ്റെ വിഷയമാണ്. ഓക്കെ. ശ്രീ വിജയൻ, താങ്കളുടെ സർക്കാർ മുൻ CPM MLA കുഞ്ഞു മുഹമ്മദിൻ്റെ പരാതി മുക്കിയത് ആ പരാതിക്കാർ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം PT കുഞ്ഞു മുഹമ്മദിനെതിരെ വന്നിരിക്കുന്ന പരാതി മുക്കിയതിൻ്റെ സംഭവമാണ്. ഇനി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശ്രീ മുകേഷിനെതിരെ ആരോപണം വന്ന് മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തെ പാർലമെൻറ്റിൽ മത്സരിപ്പിച്ച ആളാണ് താങ്കൾ. ശരിയാണ്. മുകേഷിനെതിരെ സ്ത്രീ പീഡന പരാതി വന്നതിന് ശേഷം മുകേഷിനെ പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചതിൻ്റെ മെയിൻ ആൾ ശ്രീ പിണറായി വിജയനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ശ്രീ വിജയൻ ഇന്ന് ന്യായീകരിച്ചല്ലോ ശ്രീ ഗണേഷ് കുമാറിനെ അത് കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞ്. അതേ ഗണേഷ് കുമാറിനോട് അന്നത്തെ ഭാര്യ ഉന്നയിച്ച പരാതിയുടെ പേരിൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്നും മന്ത്രിസ്ഥാനം രാജിവെക്കണം എന്ന് താങ്കൾ പറഞ്ഞിട്ടില്ലേ? ശരിയാണ്. കാരണം ഈ ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ആദ്യത്തെ ഭാര്യയായിട്ടുണ്ടായിരുന്ന പ്രശ്നത്തിൻ്റെ പേരിൽ ആ വിഷയം ഉടലെടുത്ത സാഹചര്യത്തിൽ ഈ പിണറായി വിജയൻ അന്ന് കൃത്യമായിട്ടും പറഞ്ഞിരുന്ന ബൈറ്റ് ഇന്നും സോഷ്യൽ മീഡിയ കടന്നു ഓടുന്നുണ്ട്. അതായത് ഗണേഷ് കുമാർ കൃത്യമായിട്ട് രാജിവെക്കണം എന്ന് വളരെ കർശനമായിട്ടും അതിശക്തമായിട്ടും അന്ന് വാദിച്ച ആളാണ്, അല്ലെങ്കിൽ പറഞ്ഞിരുന്ന ആളാണ് ശ്രീ പിണറായി വിജയൻ. ഇന്ന് അതേ ഗണേഷ് കുമാറിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ താങ്കളുടെ മകളോടും താങ്കളുടെ പോലീസിനോടും വരെ പരാതി പറഞ്ഞിട്ട് ആ സ്ത്രീയെ സഹായിച്ചോ, എന്നെ ഹോട്ടൽ വളഞ്ഞ് താങ്കളുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് പറ്റാവുന്ന അത്ര അപരാധം യാതൊരു തെളിവുമില്ലാതെ എഴുതി പിടിപ്പിച്ച് കോടതിയിൽ കൊടുത്തിട്ട് എന്തായി? കോടതികൾ പറഞ്ഞതുകൂടാതെ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കണം. ഇനി കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ കോടതിയിൽ സമർപ്പിച്ച തെളിവുകളും ഇനി സമർപ്പിക്കാൻ പോകുന്ന തെളിവുകളും ഞാൻ പോലീസിന് കൈമാറാം. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത വാർത്തകൾ പുറത്തുവിടുന്ന ആ പോലീസ് ഈ തെളിവുകൾ അങ്ങ് പുറത്തുവിടട്ടെ. എന്തായാലും സത്യം പുറത്തു വരും. എനിക്കെതിരെ ആരോപണം വന്നപ്പോൾ എൻ്റെ പ്രസ്ഥാനവും എൻ്റെ നേതാക്കന്മാരും എന്നെ കേൾക്കുക പോലും ചെയ്യാതെ, അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ എൻ്റെ പ്രസ്ഥാനവും എൻ്റെ നേതാക്കന്മാരും എന്നെ കേൾക്കുക പോലും ചെയ്യാതെ നടപടിയെടുത്തിട്ടുണ്ട്. അതിൽ ഈ ലോകത്ത് എൻ്റെ പ്രസ്ഥാനത്തെപ്പറ്റി പരാതി പറയാൻ എനിക്കല്ലാതെ മറ്റാർക്കും അവകാശം ഇല്ലാത്ത അത്ര വേഗതയിലും എതിർഭാഗം കേൾക്കാൻ പോലും തയ്യാറാവാതെ നടപടി എടുത്ത കോൺഗ്രസിൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും. അതായത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വാദം കേൾക്കുക പോലും ചെയ്യാതെ കോൺഗ്രസ് പ്രസ്ഥാനം അല്ലെ കോൺഗ്രസ് നേതാക്കന്മാരെ നടപടിയെടുത്തിരിക്കുന്ന
സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ തട്ട് താണ് തന്നെ ഇരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പറയാൻ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇത് വിഷയം ആക്കണമെങ്കിൽ ആക്കിക്കൂ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ബാക്കി ജനം തരും. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാമല്ലോ, ഈ സ്ത്രീ വിഷയങ്ങളിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു ഫലം വന്നപ്പോൾ എങ്ങനെ വന്നിരുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിരിക്കുന്നത്. ഇനി ഭാര്യയ്ക്ക് നാഭിക്ക് ചവിട്ടിയവന് പിന്നെ കൊടുത്ത സ്ഥാനം ഒന്നും എന്നെക്കൊണ്ട് പറയിക്കണ്ട. അറിയാലോ, ഭാര്യയ്ക്ക് നാഭിക്കിട്ട് ചവിട്ടിയത് ആരാണെന്നുള്ളത് അറിയാലോ. മുഹമ്മദ് റിയാസിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് മുഹമ്മദ് റിയാസിൻ്റെ യഥാർത്ഥ ഭാര്യ അല്ലെങ്കിൽ ആദ്യ ഭാര്യ, ആ ഭാര്യയുടെ നാഭിക്ക് ചവിട്ടി കൂട്ടിയതിനെ പറ്റി കേസ് വന്നിരിക്കുകയും ആ കേസിന് ശേഷം വന്നിരിക്കുന്ന ആ മുഹമ്മദ് റിയാസിനെ പിടിച്ച് സ്വന്തം മകളെ കെട്ടിച്ചു കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ. അതാണ് രാഹുൽ മാങ്കൂട്ടം ഇവിടെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇനി അടുത്ത വാചകം, ശ്രീ വിജയ ചുമ്മാ വിരട്ടാൻ നോക്കണ്ട, ജയിലിൽ ആക്കിയാലല്ല കൊല്ലാൻ നോക്കിയാൽ പേടിക്കില്ല. ഇതാണ് പോസ്റ്റ്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നട്ടലുള്ള, നല്ല ആർജവമുള്ള, നല്ല കരുത്തുള്ള കോൺഗ്രസ് നേതാവിൻ്റെ നല്ല ഊർജ്ജസ്വലതയോട് കൂടിയ വാക്കുകൾ. ഇത്തരം വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുന്നത് ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളത് കണ്ണൂർ സിംഹം എന്നറിയപ്പെടുന്ന കെ സുധാകരനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പിണറായി വിജയന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെ സുധാകരനോട് തീർത്താൽ തീരാത്ത കലിപ്പ്. അപ്പോൾ കെ സുധാകരനേക്കാളും വളരെ അഗ്രസീവായിട്ട് രാഹുൽ മാങ്കൂട്ടം ഉയർന്നു വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കി ഇല്ലാതാക്കാനായിട്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ ആ ഒരു ആഗ്രഹത്തിന് ഒരു പരിധി വരെ ഒത്താശ ചെയ്തു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ പോലും എന്നുള്ളത് നമുക്ക് ഈ സമകാലത്തുള്ള സംഭവവികാസങ്ങൾ അതിസൂക്ഷ്മമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്ന എല്ലാ പീഡന പരാതികളും വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന സ്ത്രീ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണെന്നും അത് പിന്നീട് ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും എന്താ പറയുക ചിരണ്ടി കിള്ളി പൊക്കിയെടുത്തുകൊണ്ട് വന്ന പീഡന പരാതികളാണെന്നും അതുകൊണ്ട് തന്നെ അതെവിടെയും നിലനിൽക്കുന്നില്ല എന്നുള്ളത് കോടതികൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതാണ് അതിൻ്റെ ശരിക്കുള്ള ഫാക്റ്റ്. ഇനിയിപ്പം അതിന് വേണ്ടിയിട്ട് ഒത്താശ ചെയ്തു കൊടുത്ത വി ഡി സതീശൻ പോലും കൂടെ ഇപ്പോൾ ഒരു പരിധി വരെ പ്രതിസ്ഥാനത്താണെന്ന് നമുക്ക് പറയാം ഈ രാഹുൽ വിഷയത്തിനകത്ത്. കാരണം ആ രാഹുൽ വിഷയത്തെ മുതലെടുത്തുകൊണ്ട് ഈ വി ഡി സതീശൻ ചെയ്തിരിക്കുന്ന അതിനേക്കാളും നികൃഷ്ടമായൊരു പ്രവൃത്തി കൂടിയുണ്ട്. അതായത് പാലക്കാട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നതുപോലെ PK ശശി എന്ന പലവിധ പെണ്ണുകേസിൽപ്പെട്ടവനെ പിടിച്ച് തോളത്ത് വെച്ചുകൊണ്ട് വി ഡി സതീശൻ എടുത്തിരിക്കുന്ന നിലപാടുകളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശ്രീ പിണറായി വിജയൻ ചെയ്തിരിക്കുന്ന അതേ പ്രവൃത്തിയുടെ ഒരു സെക്കൻഡ് എഡിഷനാണ് എന്നുള്ളത് ഇവിടെ പൊതുസമൂഹം കാണുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പൊതുസമൂഹം ഇതെല്ലാം വിലയിരുത്തുക. കാരണം നീതിബോധമുള്ള പൊതുസമൂഹം, ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിലപാടുകളാണ്. പൊതുസമൂഹത്തിൽ നമ്മൾ എടുക്കുന്ന നിലപാടുകളാണ് നമ്മുടെ രാഷ്ട്രീയം. അപ്പോൾ ആ രാഷ്ട്രീയം പൊതുസമൂഹം എല്ലാവരും പാലിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നു. നന്ദി.